ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലൈൻ ഫുട്ബോൾ. എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ നേരിടേണ്ടി വന്ന ഈ 2-1 തോൽവിയോടുകൂടി ഈ വർഷത്തെ ആഴ്സണലിൻ്റെ ടൈറ്റിൽ റേസിൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല എന്നുള്ളതാണ്. 2-1 തോൽവിയാണ് ആഴ്സണലിന് എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ മാൻ സിറ്റിയായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഈ ഒരു ജയത്തോടു കൂടി മാഞ്ചസ്റ്റർ സിറ്റി വെറും 3 പോയിൻ്റ് മാത്രമാണ് അവർക്ക് ആഴ്സണലുമായിട്ടുള്ള വ്യത്യാസം ഇപ്പോൾ. ബട്ട് സ്റ്റിൽ അവർക്കൊരു മാച്ച് കയ്യിലുമുണ്ട്. സോ അഡ്വാൻറ്റേജ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് എന്നുള്ളതാണ്. ആൻഡ് പ്രഷർ ഈസ് ഓൺ ആഴ്സണൽ ടു ബോട്ടിൽ ഇറ്റ് അഗെയിൻ. കഴിഞ്ഞ 3 വർഷവും കിട്ടിയില്ല, 4-ാം വർഷമെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ആസ് ഓഫ് നൗ തിങ്സ് അത്ര ഫേവറബിൾ അല്ല. ഇനിയിപ്പോൾ കയ്യിലുള്ള മത്സരം സിറ്റി വിജയിക്കുകയാണെങ്കിൽ 2 ടീമുകൾക്ക് തുല്യ മത്സരങ്ങളും തുല്യ പോയിൻറ്റുമാകും എന്നുള്ളതാണ്. പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കുക ഗോൾ ഡിഫറൻസസ് ആയിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഴ്സണലിന് 37 ഗോൾ ഡിഫറൻസ് എങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 36. ഒരു ഗോൾ ഡിഫറൻസിൻ്റെ ഒരൊറ്റ ഗോളിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സോ ഇനിയുള്ള മത്സരങ്ങളിൽ 5 മത്സരങ്ങൾ ആഴ്സണലിനും 6 മത്സരങ്ങൾ സിറ്റിക്കുമുണ്ട്. ആ 5 മത്സരങ്ങളിലും ആഴ്സണൽ കൂടുതൽ ഗോളുകൾ അടിച്ച് മുന്നേറുമെന്ന് വിശ്വസിക്കണോ, അതോ മാഞ്ചസ്റ്റർ സിറ്റി ഇനിയുള്ള മത്സരങ്ങളിൽ കുറവ് ഗോളുകൾ അടിച്ച് ആഴ്സണലിന് പ്രതീക്ഷ തരുമോ എന്ന് വിശ്വസിക്കണോ എന്നുള്ളത് എനിക്കറിയില്ല. രണ്ടും പ്രതീക്ഷിക്കാനായിട്ട് തൽക്കാലം സാധിക്കാത്ത ഒരു ആഴ്സണൽ ഫാനാണ് ഞാൻ. ബിക്കോസ് ഇതിൽ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് മാൻ സിറ്റിയുടെ ഒരു വലിയ കംബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ക്രെഡിറ്റും അവർക്ക് കൊടുക്കാനല്ല, ക്രെഡിറ്റ് മൊത്തം മിക്കൽ ആർട്ടറ്റയ്ക്കും സംഘത്തിനും കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. നമ്മളായിട്ട് പടുത്തുയർത്തി, നമ്മളായിട്ട് പൊളിച്ചടക്കി സിറ്റിയുടെ കൈ കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നത്. ഞാൻ ഈ ഒരു മാച്ചിനെ കുറിച്ചല്ല പറഞ്ഞത്, ഈ സീസണിൻ്റെ ടോട്ടൽ സ്റ്റോറിയാണ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണിൻ്റെ ടോട്ടൽ സ്റ്റോറിയാണ് പറഞ്ഞത്. ഈ മാച്ച് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ വെച്ച എക്സ്പെക്റ്റേഷനേക്കാൾ, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞിട്ട് 3-4 മത്സരങ്ങൾ നടക്കുന്ന സ്റ്റൈൽ വെച്ച് നോക്കി വെച്ച എക്സ്പെക്റ്റേഷൻസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മാച്ചാണെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. നമ്മൾ കംപ്ലീറ്റ്ലി നളിഫൈഡ് ആയി. ലാസ്റ്റ് ടൈം ഈ 2 ടീമുകളും ഫേസ് ചെയ്ത് കരബാവ് കപ്പിൻ്റെ ഫൈനലിലാണ് 3 ആഴ്ച മുമ്പ്. അന്നത്തെ ഒരു പെർഫോമൻസ് ആണ് കംപ്ലീറ്റ്ലി നമ്മൾ നളിഫൈഡ് ആയിരുന്നു. സിറ്റിക്കെതിരെ ഒരു വിരലനക്കാൻ പോലും ആഴ്സണലിന് സാധിച്ചിരുന്നില്ല. ആ ഒരു അവസ്ഥ എന്തായാലും ഈ മാച്ചിൽ വന്നില്ല. കുറച്ചെങ്കിലും എന്തായാലും മിക്കൽ ആർട്ടറ്റ പറഞ്ഞ പോലെ ഫയർ, ആ ഒരു തീയിട്ട് നശിപ്പിക്കാനുള്ള ഫയറൊന്നും ടീമിൻ്റെ കളിക്കുണ്ടായിരുന്നില്ല എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വേ ബെറ്റർ. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളെക്കാളും വേ ബെറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നോട്ട് ഇനഫ്. നമ്മൾ കുറച്ച് നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഭാഗ്യം കൂടി നമ്മുടെ കൂടെ ചില നേരത്ത് നിൽക്കണമല്ലോ. എന്തായാലും ഫുട്ബോൾ ഭാഗ്യം നമ്മുടെ കൂടെ ഈ ഒരു മാച്ചിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് നോട്ട് ഇനഫ് ആൻഡ് സിറ്റി ക്ലിൻച്ച് ദ വിൻ. സിനിമ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈനപ്പിൽ തന്നെ നല്ല സർപ്രൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എബ്രച്ചിയസ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് സ്ട്രൈക്കറായിട്ട് ഗ്യോക്രസ് മരം ഹാവേർട്സാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഇത്തിരി മാറ്റി മറിക്കാനായിട്ട് കോച്ചിന് നല്ല ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. എനിവേ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സിറ്റിയാണ് ചാർജ് എടുത്തത്. നമുക്കിപ്പോൾ മത്സരത്തിൻ്റെ ഓവറോൾ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും പൊസഷൻ വലിയ കാര്യമായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നില്ല. ബോൾ മിക്കവാറും സിറ്റിയുടെ കാലുകളിൽ തന്നെ ആയിരുന്നു. നമ്മൾ ഓഫ് ദ ബോൾ കളിക്കുന്നതിലൊട്ടും മടിയില്ലാത്ത ടീമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തുടക്കത്തിൽ വിറപ്പിച്ച് തുടങ്ങിയ സിറ്റി തന്നെയായിരുന്നു. 16-ാമത്തെ മിനിറ്റിൽ റയാൻ ചെർക്കിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്കിൽ ആദ്യത്തെ ഗോൾ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. ബോക്സിന് വെളിയിൽ നിന്നും 3 ആഴ്സണൽ പ്ലെയേഴ്സിനെ വെട്ടിച്ച് വീവ്ഡ് ത്രൂ ദം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇഴഞ്ഞു കയറി ഗോളടിച്ചതാണ് റയാൻ ചെർക്കി മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ആ സംഭവം. സോ പക്ഷേ അതിനുശേഷം ഡോണറുമയുടെ, മാൻ സിറ്റിയുടെ ഗോൾ കീപ്പറായ ഡോണറുമയുടെ ഒരു വലിയ സംഭാവന നമുക്ക് അവിടെ കിട്ടിയെന്നുള്ളതാണ്. മേ ബി നമ്മുടെ ടൈറ്റിൽ റേസ് തന്നെ സേവ് ചെയ്യാൻ പോകുന്നത് ഡോണറുമയുടെ ആ ഒരു സമ്മാനമായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചതാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾ അടിച്ചതിന് ശേഷം മത്സരം റീസ്റ്റാർട്ട് ചെയ്ത് 13 സെക്കൻഡിനുള്ളിൽ ഡിഫൻസീവ് ലൈനിൽ ഗോൾ കീപ്പറായ സിറ്റി ഗോൾ കീപ്പറായ ഡോണറുമയ്ക്ക് ടച്ചൊന്ന് പാളിപ്പോയി. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു കൈ ഹാവേർട്സിൻ്റെ അവിടുത്തെ ആ ഒരു സമയത്ത് ഒരു റൺ. കിട്ടാൻ ഒരു ചാൻസും ഇല്ലെങ്കിലും ഗോൾ കീപ്പറെ ക്ലോസിങ് ചെയ്യാമെന്ന് പറയില്ലേ, അതായിരുന്നു അവിടെ ഹാവേർട്സ് ചെയ്ത്. അവിടെ ഡോണറുമയുടെ ടച്ച് പാളി ഹാവേർട്സ് കുതിച്ചെടുത്തു. ഓൾറെഡി കുതിക്കുന്നുണ്ടായിരുന്നു ഗോൾ കീപ്പറിൻ്റെ അടുത്തേക്ക്. കറക്റ്റായിട്ട് ഡോണറുമയുടെ ടച്ച് മിസ്സായതും ഹാവേർട്സിന് ആ ഒരു ഗോൾ അടിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർസെപ്ഷൻ വെക്കാൻ കറക്റ്റായിട്ട് സാധിച്ചു. അങ്ങനെ അത് അവിടെ ഗോളായി എന്നുള്ളതാണ്. സോ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് ഡോണറുമയുടെ വന്ന് നല്ലൊരു സമ്മാനം അവിടെ കിട്ടി. വലിയൊരു സമ്മാനം ആഴ്സണൽ ഫാൻസിന് മൊത്തം കിട്ടി എന്നുള്ളതാണ്. അതിനുശേഷം ഫസ്റ്റ് ഹാഫിൽ കാര്യങ്ങൾ അവസാനിച്ച് പോയി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാൻ സിറ്റി കുറച്ച് കാലമായിട്ട് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കം തുടങ്ങി നല്ല ഡേഞ്ചറസ് ആണ്. സോ എങ്ങനെയും അവർ പിടിച്ച് നിർത്തണം എന്നുള്ളത് തന്നെയാണ് മിക്കൽ ആർട്ടറ്റ ടീമിനോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇറ്റ് വാസ് വർക്കിംഗ് ഔട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് നല്ല ചാൻസസും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. നമുക്കൊരു ലെറ്റ്സ് സേ ഒരു 3 നല്ല ചാൻസ് കിട്ടി. നമ്മളൊന്ന് സിറ്റിയുടെ ഗോൾ പോസ്റ്റ് ഒന്ന് ഉറപ്പിച്ചായിരുന്നു. നമ്മൾ ആദ്യം ചാൻസ് കിട്ടിയത് ഹാവേർട്സിനായിരുന്നു.
ഹാവേർട്സിന് ഓഡഗാർഡ് വെച്ച് കൊടുത്തത് ത്രൂ ദ സെൻറ്റർ വെച്ച് കൊടുത്ത സാധനം പുള്ളിയുടെ ഷോട്ട് ഡോണറുമോ അവിടെ സേവ് ചെയ്തു. നേരത്തെ തന്നതിന് ഒരു പകരം എന്നുള്ള പോലെ ഡോണറുമോ ഒരു ഡബിൾ സേവ് ആയിരുന്നു, സിംഗിൾ അല്ല ഡബിൾ സേവ് നടത്തി അവിടെ. അതിനുശേഷം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്നെ എബ്രച്ചി എസ്സയുടെ വക ഒരു കിടുക്കൻ ഷോട്ട്, നല്ല കേറിങ് സാധനം ബോക്സിന് തൊട്ട് വെളിയിൽ നിന്ന്. പക്ഷെ അത് ഇത്തവണ വില്ലനായത് ഗോൾ പോസ്റ്റ് ആയിരുന്നു. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ത്രെറ്റ്സും കാര്യങ്ങളൊക്കെ മത്സരത്തിലേക്ക് ഇങ്ങനെ എടുത്തിടുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു കൗണ്ടർ അറ്റാക്കിൽ കാര്യങ്ങൾ പിന്നെയും കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ഗോൾ കീപ്പറായ ഡോണറുമോ കൊടുക്കുന്നു, നിക്കോ റൈലി അൺമാർക്ക്ഡ് ആയിട്ട് മിഡ്ഫീൽഡിലൂടെ അൺമാൻഡ് മിഡ്ഫീൽഡിലൂടെ അൺമാർക്ക്ഡ് ആയിട്ട് ഓടി കയറുന്നു. അവസാനം ഡോക്കുവിന് വെച്ചു, ഡോക്കു തിരിച്ച് നിക്കോ റൈലിക്ക് വെക്കുന്നു. നിക്കോ റൈലിയുടെ ഒരു ക്രോസ് ഉദ്ദേശിച്ചത് റോഡ്രിനെയാണെങ്കിലും റോഡ്രി അത് മിസ്സാക്കി. പക്ഷെ മിസ്സാക്കിയ പന്ത് നേരെ ചെന്ന് കയറിയത് ഹാലൻഡിൻ്റെ അടുത്തേക്കായിരുന്നു എന്നുള്ളതാണ്. സോ അവിടെ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, ആ ആർസണൽ ഫാൻ എന്നെ വേദനിപ്പിച്ച ഒരു വലിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലൻഡിൻ്റെ കൂടെ ഗബ്രിയേൽ ഉണ്ടായിരുന്നു. ഹാലൻഡ് ഓടിക്കേറിയതല്ല, രണ്ട് പ്ലേയേഴ്സും സ്റ്റേഷനറി ആയിട്ട് ഉന്തും തള്ളുമായിട്ട് പിടിവലിയായിട്ട് നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് തള്ളി മാറിയാണ് ഗബ്രിയേലിനെ തള്ളി മാറിയാണ് ഹാലൻഡ് ആ ഗോൾ നേടിയത്. അത് എന്നെ ഇത്തിരി വേദനിപ്പിച്ചു. കാരണം ഗബ്രിയേൽ ഓൾറെഡി മത്സരം ഉടനീളം ഹാലൻഡുമായിട്ട് ഗുസ്തിപിടുത്തമായിരുന്നു. രണ്ട് പ്ലേയേഴ്സിന് മഞ്ഞക്കാർഡ് കിട്ടി. ലെറ്റ്സ് ഗബ്രിയേൽ ഇച്ചിരി ലക്കിയായിരുന്നു, റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ. പുള്ളി രക്ഷപ്പെട്ട് പോയതാണ്. പക്ഷെ ആ ഒരു സ്ഥലത്ത് ഗബ്രിയേൽ ഓവർകം ചെയ്യേണ്ടതായിരുന്നു ഹാലൻഡിന്. അതിനുള്ള ഫിസിക്കൽ സ്ട്രെങ്ത്തും ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ഡിഫൻഡറാണ് ഗബ്രിയേൽ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവിടെ ഗബ്രിയേൽ ഹാലൻഡിനെ വിട്ട് കളഞ്ഞു. ഹാലൻഡ് ആ ഗോൾ നേടി. അത് മത്സരത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതിനുശേഷം ആർസണലിന് ചാൻസസ് കിട്ടി. ആർസണൽ ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡിലേക്ക് ഒരു സ്റ്റേജിലും പോയിട്ടില്ല. മത്സരത്തിൽ ഒരു സ്റ്റേജിലും ആർസണൽ ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡിലേക്ക് പോയിട്ടില്ല. പക്ഷേ ചില സ്ഥലത്ത് ത്രെറ്റ് കൊണ്ടുവരാനായിട്ട്, ചില ഇൻസ്റ്റൻസസിൽ ത്രെറ്റ് കൊണ്ടുവരാനാണ് ആർസണലിന് സാധിച്ചത്. അതിൽ പിന്നെ അവസരങ്ങൾ കിട്ടി. ഗബ്രിയേലിനൊരു ഫ്രീ കിക്കിൽ നിന്നൊരു അവസരം കിട്ടി. ഒരു ഹെഡർ ഡിഫ്ലക്റ്റായി അഗെയിൻ പോസ്റ്റിൽ തട്ടിപ്പോയി. ലാസ്റ്റ് നിമിഷങ്ങൾ അവസാനിക്കാൻ 90 മിനിറ്റ് കഴിഞ്ഞിട്ട് 7 മിനിറ്റാണ് ആര ടൈം ഉണ്ടായത്. അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒരു ക്രോസ് റൈറ്റിൽ നിന്നും ഒരു കിടിലക്കൻ ക്രോസ് വന്നപ്പോൾ ചാടി കുത്തിയ ഹാവേർട്സിന് ഹെഡർ പക്ഷേ കുറച്ച് പുറത്തേക്കായി പോയി. കുറച്ച് ഒരുപാട് വൈഡായി എന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ച് പുറത്തേക്ക്. പക്ഷേ ആ കുറച്ച് മതി. ഗോൾ കിട്ടില്ലല്ലോ, നമുക്ക് അകത്ത് കയറിയല്ലേ ഗോൾ കിട്ടത്തുള്ളൂ. അങ്ങനെ ലെറ്റ്സ് എ കാരബാओ കപ്പ് ഫൈനലിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആർസണൽ കൊടുത്തു. ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ നോട്ട് ഇനഫ്. നേരത്തെ പറഞ്ഞ പോലെ മിക്കേൽ ആർട്ടറ്റ പറഞ്ഞ ഒരു ഫയറി പെർഫോമൻസ് ഒന്നും കൊണ്ടുവരാനായിട്ട് ടീമിന് കഴിഞ്ഞിട്ടില്ല. ഫയർ പെർഫോമൻസ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ആർസണൽ കുറച്ച് ചാൻസസ് കൊണ്ടുവന്നു, പക്ഷെ അത് മതിയായിരുന്നില്ല എന്നുള്ളതാണ്. സിറ്റീനെ എറ്റിഹാഡിൽ വീഴ്ത്താൻ ഇതിൽ കൂടുതൽ വേണമായിരുന്നു. പക്ഷേ ആർസണലിൻ്റെ ഈ അടുത്തുള്ള കളികൾ കണ്ട ആരും അത് എക്സ്പെക്റ്റും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എക്സ്പെക്റ്റേഷന് മേലെ നിൽക്കുന്നൊരു പെർഫോമൻസ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് ഓൾ. നൗ മത്സരം കഴിഞ്ഞു. അബൌട്ട് ദ ബിഗർ പിക്ചർ. ബോട്ട്ലേഴ്സ് എന്നുള്ള നാണക്കേട് ഇനിയും കേൾക്കേണ്ടി വരാൻ പോകുന്നു എന്നുള്ളതാണ്. ബട്ട് ദിസ് ടൈം ഇറ്റ് ഫീൽസ് റിയലി ബാഡ്. 10 പോയിൻറ്റിൽ കൂടുതൽ 12 പോയിൻ്റ് വരെ ആർസണലിന് സിറ്റിക്ക് മേലെ ലീഡ് പോകാനുള്ള അവസരം കിട്ടിയിരുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് എനിക്ക് ഈ ഒരു മാച്ചിനേക്കാളും ഞാൻ പറയുന്നു സിറ്റിയായിട്ടുള്ളൊരു ഈ ഒരു മാച്ച് തോറ്റതായിരിക്കില്ല ആർസണലിൻ്റെ ടൈറ്റിൽ റേസ് സീലായതിൻ്റെ കാരണം. തൊട്ട് മുമ്പത്തെ ഒരു മാച്ച് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ബേർണമൗത്തായിട്ട് ഹോമിൽ നടന്ന മത്സരം. അതാണ് കുറച്ചും കൂടി നമ്മളെ ഈ ഒരു പ്രഷറിലേക്ക് തള്ളിയെന്ന് ഞാൻ പറയും. നമുക്ക് കാരബാओ കപ്പ് ഫൈനലിൽ പോയി, ഓക്കെ ഫൈൻ. FA കപ്പിൽ അപ്രതീക്ഷിതമായിട്ട് സൗത്താംപ്ടൻ്റെ അടുത്ത് പുറത്തായി, ഫൈൻ. പക്ഷേ ലാസ്റ്റ് മാച്ച് ബേർണമൗത്തുമായിട്ട് നമ്മൾ പോയ 2-1 ഹോമിൽ തോറ്റ ആ മാച്ച്, ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ആൻഡ് അഷ്യൂർഡ് 3 points ഇൻ അവർ പോക്കറ്റ്. പക്ഷേ അത് മിസ്സാക്കിയതാണ് ശരിക്കും നമ്മുടെ ടൈറ്റിൽ റേസ് സീലാക്കിയത്. പക്ഷെ അത് പറയണമെങ്കിൽ ഈ മാച്ച് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റത്തുള്ളായിരുന്നു. ഈ മാച്ച് ജയിക്കോ തോൽക്കുമോ എന്ന് വെച്ചിട്ട് നമ്മുടെ ടൈറ്റിൽ റേസിലേക്ക് എത്തിക്കേണ്ട ഒരു ഗതിഗതികളും നമ്മുടെ ടീമിനുണ്ടായിരുന്നില്ല. അവിടേക്ക് എത്തിച്ചതാണ്. ആരെങ്കിലും ഇനിയിപ്പോൾ ഓരോ പ്ലെയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കീറി മുറിച്ച് പറയാനായിട്ട് ഞാൻ അധികം നിൽക്കുന്നില്ല. ഓക്കെ, ബട്ട് എനിവേ എബ്രച്ചേഴ്സിനെ സെക്കൻഡ് ഹാഫിൽ എടുത്ത് വെളിക്കളഞ്ഞത് അത് ഒരു സർപ്രൈസിങ് ആയിരുന്നു. ഓക്കെ, എബ്രച്ചേഴ്സ് കുറച്ച് അറ്റാക്കിംഗ് തെറ്റ് കൊണ്ടുവന്നു സെക്കൻഡ് ഹാഫിൽ. ആൻഡ് അതേപോലെ ചിലയിടത്ത് ഡീപ്പ് ഡൗണിലേക്ക് ഡിഫൻസിനൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അത് എഗ്രി. പക്ഷേ മേ ബി ലെഫ്റ്റിൽ നിന്ന് കൂടുതലായിട്ട് ക്രോസസും കാര്യങ്ങളും വരാത്തതായിരിക്കാം. പക്ഷേ എബ്രച്ചേഴ്സിനെ മാറ്റിയതിന് ശേഷം കൂടുതലായിട്ട് ക്രോസസ് ഒന്നും ഞാൻ കണ്ടില്ല, വേറെ കാര്യം. ആൻഡ് ഹാവേർഡ്സ് വാസ് എ ഗുഡ് ചോയ്സ്, ബെറ്റർ ദാൻ ഗ്യോക്കറസ്. ഹാവേർഡ്സിന് ചാൻസസ് കിട്ടിയിരുന്നു. സെക്കൻഡ് ഹാഫിൽ തന്നെ ഞാൻ പറഞ്ഞു 2 ഗോളിന് ചാൻസ് കിട്ടി. പുള്ളി അത് കൺവേർട്ട് ആക്കിയിരുന്നെങ്കിൽ മേ ബി കാര്യങ്ങൾ മാറിയേനെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നാലും ഗ്യോക്കറസിനെ ഇറക്കാത്തതിൽ എനിക്ക് വലിയ സങ്കടം ഈ ഒരു മാച്ചിൽ തോന്നിയില്ല എന്നുള്ളതാണ്. ആൻഡ് മെഡൂക്കേൻ്റെ കാര്യം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വി മിസ്ഡ് സാക്ക ആൻഡ് വി മിസ്ഡ് ജൂലിയൻ ടിംബർ. അതും എടുത്ത് പറയേണ്ട ഒരു കേസ് തന്നെയാണ്. ക്രിസ്റ്റ്യൻ മുസ്കുര വേഴ്സസ് ഡോക്കു ഒരു നല്ല ബാറ്റിലായിരുന്നു. ലൈക്ക്
ഹാലൻഡ് വേഴ്സസ് ഗബ്രിയേൽ ഒരു നല്ല ബാറ്റിൽ എന്ന് പറയുന്ന പോലെ, ക്രിസ്ത്യൻ മോസ്കോര വേഴ്സസ് ഡോക്കും നല്ലൊരു ബാറ്റിൽ തന്നെയായിരുന്നു. പക്ഷേ അതായിരുന്നില്ല മാച്ചിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ മോസ്കോയുടെ ഭാഗത്ത് നിന്ന് അറ്റാക്കിങ്ങിലേക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ചെറിയൊരു ക്രോസ് കണ്ടതല്ലാണ്ട് വലിയ കാര്യമായിട്ട് വേറെ ഒന്നും പുള്ളിയുടെ ഭാഗത്തൊന്നും കിട്ടിയില്ല. ഞാൻ ഇനി വേറെ ഓരോ പ്ലെയറിനെയും കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത്. ഈ മാച്ചല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ മാച്ച് തോറ്റതല്ല നമ്മുടെ ടൈറ്റിൽ സീൽ ചെയ്തത്. ഇതിനു മുമ്പൊക്കെ നമ്മൾ എവിടെ നിന്നു എവിടേക്ക് എത്തി എന്നുള്ളത് കോച്ച് ഇപ്പോഴും പറയുന്നു. മിഗേലയുടെ മത്സരത്തിന് ശേഷം ഇപ്പോഴും പറയുന്നു സ്റ്റിൽ ഐ ബിലീവ് എന്ന്. ആസ് ആസ്ന ഫാൻ ഞാനും എൻ്റെ കോച്ചിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. യെസ്, ഐ സ്റ്റിൽ ബിലീവ് ഇൻ മൈ ടീം എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ടീമിനെ മാത്രം ബിലീവ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചതിന് ശേഷവും ഞാനത് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? സോ ഇഫ് സമൺ എൽസ് കോൾസ് മീ എ ബോട്ട്ലർ, ഞാനത് കേൾക്കേണ്ടതല്ലേ ആസ് ആസ്നൽ ഫാൻ? ഞാൻ എന്തു പറഞ്ഞ് അതിനെ ഫൈറ്റ് ചെയ്യും? ദുരവസ്ഥ, ദാരുണാവസ്ഥ, അങ്ങനെ എന്തും പറയാം. ദാരുണമായ അവസ്ഥ. 4 കൊല്ലം അടുപ്പിച്ച് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നാലുള്ള അവസ്ഥ. സ്റ്റിൽ ഗോൾ ഡിഫറൻസിലാണ് മിഗൽ ആർട്ടറ്റയുടെ പ്രതീക്ഷയില്ലെങ്കിൽ, അല്ലെങ്കിൽ മാൻചസ്റ്റർ സിറ്റി മേ ബി ഐ തിങ്ക് ബേർണമത്തിൻ്റെയും ബാസ്റ്റൺ വില്ലയായിട്ടുള്ള മത്സരങ്ങളാണ് അവർക്ക് ഇത്തിരി ടൈറ്റായിട്ട് പറയാനെങ്കിലും തോന്നുന്ന ഒരു സംഭവം. അങ്ങനെയാണ് നമുക്ക് ക്രിസ്റ്റൽ പാലസായിട്ട് മാച്ച് നമുക്കുമുണ്ട്, ന്യൂ കാസിലായിട്ട് മാച്ച് നമുക്കുമുണ്ട് കേട്ടോ. ഇനി അതിൽ സിറ്റി പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ കോച്ച് വിശ്വസിക്കുന്നതെങ്കിൽ, ഗോൾ ഡിഫറൻസിൽ ഇത്രയും മര്യാദയ്ക്ക് ഗോൾ അടിക്കാതെ നമ്മുടെ ടീം ഇനിയുള്ള 5 മത്സരങ്ങളിൽ തകർത്ത് ഗോളടിച്ച് മേലെ കയറുമെന്നാണ് എൻ്റെ കോച്ച് വിശ്വസിക്കുന്നതെങ്കിൽ ഓക്കെ, ലെറ്റ് ഹിം. പക്ഷേ തൽക്കാലം എനിക്ക് ആ ഒരു ബിലീഫ് തൽക്കാലം ഞാൻ ഇവിടെ ഇറക്കി വയ്ക്കുന്നു. ഐ എം റെഡി ടു ബി കോൾഡ് ഇൻ ആസ് എ ബോട്ട്ലർ. അടുത്തൊരു കപ്പ് നേടുന്നവരെ, പ്രീമിയർ ലീഗ് നേടുന്നവരെ ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചു നമ്മളെ. സോ ലെറ്റ് മീ സേ, പ്രീമിയർ ലീഗ് ഇപ്പം ഇതെൻ്റെ ബിലീഫ് ഞാൻ ഇറക്കി വയ്ക്കുന്നു എന്നേ പറയുന്നുള്ളൂ. തൽക്കാലത്തേക്ക് ഇനി പ്രതീക്ഷിക്കുന്നില്ല എന്ന് എടുത്തു പറയുന്നുള്ളൂ. പക്ഷേ ഇനി കാലത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്, കാലത്തിൻ്റെ ഒരു ഗെയിമിൽ മേ ബി എങ്ങാനും സിറ്റി പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഗോൾ ഡിഫറൻസിൽ ആർസണൽ എങ്ങനെ മേലെ കയറി ടൈറ്റിൽ വിൻ ചെയ്യുകയാണെങ്കിൽ ഗുഡ്. ഇനി അങ്ങനെയല്ല, അത് കഴിയേണ്ടത് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങനെയല്ലെങ്കിൽ മിക്കൽ ആർട്ടറ്റ ഹാസ് ടു ഗോ, ദാറ്റ്സ് ഇറ്റ്. UCL പറ്റിയൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. പ്രീമിയർ ലീഗ് ഈ സീസൺ നമുക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ, ഇപ്പോഴേ ഏറെക്കുറെ സീൽഡായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ ഇനി കിട്ടിയില്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ പറയുകയാണ് മിക്കൽ ആർട്ടറ്റ ഹാസ് ടു ഗോ. അത് മാനേജ്മെൻറ്റായിട്ട് പറഞ്ഞു വിടാൻ നിൽക്കരുത്. എനിക്ക് പുള്ളി തന്നെ ഇറങ്ങിപ്പോണതാണ് മര്യാദ. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് അലക്സ് സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.